ഞാനേ ഇന്നൊരു വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ അത് ഞാനിങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, ചുരുങ്ങിയത് നമുക്ക് ചെയ്യേണ്ടത് മാത്രം ഞാൻ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഈ 250 ml ഒരു കപ്പ് മൈദയും അത് ആ ഒരു അളവിൽ തന്നെ ഷുഗർ അത് പൊടിച്ചതായിരിക്കണേ. പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്, ഒരു 1/4 കപ്പ് ഓയിൽ, ചിലപ്പോൾ അത് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്താലും മതി. പിന്നെ 1/4 കപ്പ് ഇത് കൊക്കോ പൗഡർ, 4 എഗ്ഗ്. ഇതാണ് 1 kg കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ്. എനിക്കിന്ന് 4 കിലോൻ്റെയാണ് വാഞ്ചോ കേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ചുരുക്കി പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വിധത്തിൽ 1 കിലോത്തിൻ്റെ വാഞ്ചോ കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഉള്ളതാണ്. അപ്പോൾ 2 ടൈപ്പ് ബാറ്റർ നമ്മൾ റെഡിയാക്കണം, ചോക്ലേറ്റ് ബാറ്ററും വാനില ബാറ്ററും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇതാണ് ശരിക്കും എന്ത് കേക്ക് ഉണ്ടാക്കണമെങ്കിലും കറക്റ്റ് 1 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, പിന്നെ 4 മുട്ട, 1/4 കപ്പ് ഓയിൽ, പിന്നെ 1 ടീസ്പൂൺ, അതായത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, ഇങ്ങനത്തെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഞാൻ ബേക്കിംഗ് സോഡ അങ്ങനെ ഉപയോഗിക്കാറില്ല, വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസ് കേട്ടോ. ഞാനിതാണ് വാങ്ങണത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് മിക്സർ ഇതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുകയും ചെയ്യും, സൂപ്പറാണ്. അപ്പോൾ നമുക്കത് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 4 മുട്ട, അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 എണ്ണം കൂടി ഇടും. എനിക്ക് 2 കിലോ വീതമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 4 മുട്ടയും കൂടി ഞാൻ 8 മുട്ട പൊട്ടിച്ചിടും. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ബാറ്റർ, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ബാറ്ററിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ട ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പതുക്കെ കുറേശ്ശെ ഇട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കെല്ലാം ബേക്ക് ചെയ്ത്, ചോക്ലേറ്റ് കേക്കും വാനില കേക്കും ഇങ്ങനെ ലെയർ കട്ട് ചെയ്ത് വെക്കണം ആദ്യം. എന്നിട്ട് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതായത് 1/2 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് വെക്കുക. അതാണ് ഷുഗർ സിറപ്പ്. ആ ഷുഗർ സിറപ്പ് ഇട്ട് ആദ്യം ഓരോ ലെയർ വെച്ചിട്ട് നമ്മിങ്ങനെ കേക്ക് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വിപ്പിംഗ് ക്രീം തേച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇട്ട് ലെയറായിട്ട് ഓരോ കട്ട് ചെയ്ത കേക്കും ഒന്നിനു മീതെ ഒന്നാക്കി ഇങ്ങനെ മാറ്റി വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. കണ്ട, ഇതിപ്പോൾ വാനില കേക്കാണ് വെച്ചേക്കണത്. ഇനി ഇതിൻ്റെ പുറത്ത് ഷുഗർ സിറപ്പിട്ട് സോക്ക് ചെയ്ത്, അപ്പോൾ ഒന്ന് നല്ല സോഫ്റ്റ് ആവും കേക്ക്. ഇതേപോലെ സോക്ക് ചെയ്യണം. അതിനുശേഷം മിൽക്ക് ചോക്ലേറ്റ് ഇട്ട് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ ടേസ്റ്റ് മാക്സിമം കൂട്ടാൻ പറ്റുക അതേപോലെയൊക്കെ ചെയ്യുക. 2 ഇട്ട് ഇതിൻ്റെ പുറത്ത്. എന്നിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വിപ്പിംഗ് ക്രീം അങ്ങനെ ഓരോ ലെയർ. ഇത് വീഡിയോ ഒരുപാട് പോകണ്ടല്ലോ എന്നോർത്താണ് ഇടയ്ക്ക് ഇത്തിരി കട്ട് ചെയ്തത്. ഇതേപോലെ ലെയറായിട്ട് വെച്ച് ചോക്ലേറ്റിൻ്റെ അഭിഷേകമാണ് ഇതിലോട്ടോ. അതാണ് പറഞ്ഞത്, ഈ കേക്ക് വാഞ്ചോ കേക്ക് നല്ല ടേസ്റ്റാണ്. വാഞ്ചോ എന്ന് പറയുന്നത് വാനിലയും ചോക്ലേറ്റും, അതായത് അതാണ് വാഞ്ചോ. വാനില കേക്കും ചോക്ലേറ്റ് കേക്കും മിക്സാണിത്. അതേപോലെ തന്നെയാണ് മിൽക്ക് ചോക്ലേറ്റും ഒന്നിച്ചിട്ടാണ് ലെയറിൽ ഇട്ട് 2 ചോക്ലേറ്റ്സിൻ്റെയും ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ 2 കിലോൻ്റെ കേക്കാണേ. പിന്നെ ഒരു 2 കിലോ ഞാൻ സ്ക്വയറാണ് ചെയ്തത്. അതാണ് അന്ന് ബർത്ത്ഡേയുടെ തിരക്കായിപ്പോയി. അതാണ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കേക്ക് ശരിക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞു. ഇത് വൈറ്റ് ഡ്രസ്സാണ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇതൊന്നുമില്ല.
വൈറ്റ് ഡ്രസ്സിന് മാച്ച് ചെയ്ത ഒരു സാധാരണ നോർമൽ കേക്ക്. പുറത്തൊന്നും അധികം ചെയ്യണില്ല, ഡിസൈനൊന്നും അങ്ങനെയൊന്നുമില്ല, പ്ലെയിൻ വൈറ്റ്. അതായത് ഈ വിപ്പിംഗ് ക്രീമിൽ ഒരു കളറൊന്നും ചേർത്തിട്ടില്ല, ഈ കളറ് തന്നെ. എന്നിട്ട് അവളുടെ ഡ്രസ്സിൻ്റെ മാച്ച് ചെയ്ത ഒരു ബോയും വെച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്തു. അവസാനം അതിൻ്റെ ഒരു സ്റ്റില്ല് ഞാൻ ഇട്ടേക്കാട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ മതി, എന്ത് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ട്രൈ ചെയ്യേണ്ട ഒരു കേക്ക് തന്നെയാണിത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ കമൻസിന് മറുപടിയായിട്ട് ഞാൻ ഇട്ട് തന്നേക്കാം. എല്ലാവരും ചെയ്ത് നോക്കും. കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ ബ്ലാക്കും വൈറ്റുമായിട്ട് കട്ട് ചെയ്യുമ്പോഴേ നല്ല രസമാണ് കാണാനായിട്ട്. മോള് ചെയ്തോളാം. ഇളയാൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇളയാൾക്ക് കേക്കിൻ്റെ ഇത് എൻ്റെ കൂടെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.